നികുതി കൊടുക്കുന്നതിനെക്കുറിച്ച് തർക്കമുണ്ടായപ്പോൾ ഈശോ പറഞ്ഞു, പത്രോസ്ലിഹായോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യേ, അവർക്ക് ഇടർച്ച ഉണ്ടാകാതിരിക്കാനായിട്ട് നീ പോയി ചൂണ്ടയിടുമ്പോൾ നിനക്ക് ഒരു മത്സ്യം കിട്ടും. ആദ്യം കിട്ടുന്ന മത്സ്യത്തിൻ്റെ വായി തുറക്കുമ്പോൾ നിനക്ക് ഇതിന് നാണയം കിട്ടും. അത് കൊണ്ട് കൊടുക്ക് എനിക്ക് നിനക്കും വേണ്ടി നികുതിക്കായിട്ട്. എനിക്ക് തോന്നുന്നു കർത്താവിൻ്റെ ഈ വലിയ അത്ഭുതം, അതായത് നീ ചെന്ന് ചൂണ്ടയിടുമ്പോൾ നിനക്ക് കിട്ടുന്ന മത്സ്യത്തിൻ്റെ വായിൽ നാണയം ഉണ്ടാകും, ആ നാണയം എടുത്ത് നികുതി കൊടുക്കുക എന്ന് പറയുമ്പോൾ ഇതെല്ലാം ക്രമീകരിക്കുന്ന വലിയ അത്ഭുതം നമ്മോട് വിളിച്ചു പറയുന്നത്, നമ്മൾ നിയമങ്ങൾക്ക് തടസ്സം സൃഷ്ടിച്ചുകൊണ്ട് ഗവൺമെൻറ് നിയമങ്ങളാണെങ്കിലും ഇടർച്ച ഉണ്ടാക്കരുത്. ദൈവപുത്രനായ അവിടത്തേക്ക് ഒരിക്കലും നികുതി കൊടുക്കേണ്ട കാര്യമില്ല. ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു കോണിൽ ഒരു വ്യക്തിക്ക്, ഒരു അധികാരിക്ക് നികുതി കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. പക്ഷേങ്കിലും നീ കൊടുത്തോ. അത് ടു അവോയ്ഡ് സ്കാൻഡൽ, ഇടർച്ച ഉണ്ടാകാതിരിക്കാനായിട്ടാണ് നികുതി കൊടുക്കാൻ പറയുന്നത്. അത് തന്നെ ചൂണ്ടയിട്ട് മത്സ്യം പിടിക്കുക, വായ തുറക്കുമ്പോൾ വായിൽ നാണയം, അതൊരു അത്ഭുതമല്ലേ? ഈശോ പ്രവർത്തിച്ച ഈ അത്ഭുതം ഒരിക്കലും ഈ ലോകത്തിൻ്റെതായിട്ടുള്ള ഭരണാധികാരികളോടാണെങ്കിൽ പോലും നമ്മൾ നിയമങ്ങൾക്ക് വിധേയപ്പെട്ടുകൊണ്ട് പോകണം. ഒരിക്കലും മറ്റുള്ളവർക്ക് ഇടർച്ച കൊടുക്കരുതെന്നുള്ള വലിയൊരു ചിന്ത കൂടി ഈ അത്ഭുതം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട്.